മൊബൈൽ ഫോൺ വിപണിയെ ഇളക്കിമറിച്ച് അത്യപൂർവ വാഗ്ദാനവുമായി റിലയൻസ് ജിയോ. എല്ലാ ആധുനിക സൌകര്യങ്ങളുമുള്ള ജിയോ ഫോൺ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചാണ് മുകേഷ് അംബാനി ടെലികോം മേഖലയെ അമ്പരപ്പിച്ചത്. 153 രൂപയുടെ മാസവരിക്ക് സാധാരണ ടെലിവിഷനുകളുമായി വരെ ബന്ധിപ്പിക്കാവുന്ന ഡാറ്റാ സംവിധാനമാണ് ജിയോയുടെ മറ്റൊരു വാഗ്ദാനം. എന്തായിരിക്കും ജിയോ ഫോണിന്റെ വില? 500 രൂപ മുതൽ 5000 രൂപ വരെ എന്ന് പ്രവചിച്ച് ഇന്ന് രാവിലെ വരെ വന്ന വാർത്തകളെല്ലാം തള്ളി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പ്രഖ്യാപിച്ചു. That the Jio phone will be available to all Indians for an effective price of ₹0. തീർത്തും സൌജന്യമായിരിക്കും ഫോൺ. ഉപയോക്താക്കളിൽ നിന്ന് 1500 രൂപയുടെ കരുതൽ നിക്ഷേപം സ്വീകരിക്കും. 36 മാസത്തിനു ശേഷം ഈ പണം തിരികെ നൽകും. ഈ പദ്ധതിയിലെ വരിക്കാർക്ക് എന്തെല്ലാം സൌകര്യങ്ങൾ ലഭിക്കും? ആ ചോദ്യത്തിനും അമ്പരപ്പിക്കുന്ന മറുപടി റിലയൻസ് ചെയർമാൻ നൽകി. All Indians without exception will not only be free from voice and SMS charges but also from extortionist data charges. ഫോൺ വിളിയും SMS-ഉം എക്കാലത്തും സൌജന്യമായിരിക്കും. 153 രൂപയുടെ മാസവരി സംഖ്യ അടയ്ക്കുമ്പോൾ ജിയോ ടിവിയിലേക്ക് കണക്ഷൻ ലഭിക്കാനുള്ള കേബിൾ ഉൾപ്പെടെ സൌജന്യമായി നൽകും. ഈ കേബിൾ ഉപയോഗിച്ച് സ്മാർട്ട് ടിവികളിൽ മാത്രമല്ല പഴയ മോഡൽ ടെലിവിഷനുകളിലും ജിയോയിൽ നിന്നുള്ള ചാനലുകൾ ലഭിക്കും. ഏറ്റവും വില കുറഞ്ഞ ഫോണിന് പോലും 4500 രൂപ മുതൽ 5000 രൂപ വരെ വില വരുമ്പോഴാണ് സൌജന്യമായി ജിയോ ഫോൺ നൽകുന്നതെന്ന് മുകേഷ് അംബാനി പറഞ്ഞു. അടിസ്ഥാന ഇന്റർനെറ്റ് സൌകര്യം പോലും ലഭ്യമല്ലാത്ത രാജ്യത്തെ 50 കോടി ഫീച്ചർ ഫോൺ ഉപയോക്താക്കളെയാണ് ജിയോ ലക്ഷ്യമിടുന്നത്. Favorite content such as live TV, movies, educational programs and mirror them from their Jio phone screen on the big television screen in their house. This is especially true in many remote parts of India where even cable TV and high-speed internet have not reached. ഹെഡ്ഫോൺ ആവശ്യമില്ലാത്ത സ്പീക്കർ സംവിധാനമുള്ള ഫോണായിരിക്കും ഇത്. അപകടങ്ങളിൽ പെടുമ്പോൾ സന്ദേശം കൈമാറാനുള്ള പ്രത്യേക സംവിധാനവും ഉണ്ടാകും. ജിയോ മ്യൂസിക്, ജിയോ സിനിമ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടുത്തിയ ഫോണായിരിക്കും നൽകുക. അടുത്ത 12 മാസം കൊണ്ട് രാജ്യത്തെ 98% ജനതയിലേക്കും എത്തുകയാണ് ജിയോയുടെ ലക്ഷ്യമെന്നും റിലയൻസ് ചെയർമാൻ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, News 18.